മക്കള് കഴിക്കടാ. മദ്യപാനം ഒരു ദുശീലമാണ് അപ്പച്ച. ഇത്രയും കാലം അപ്പച്ചൻ ഞങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നത്. കൊച്ചവരെ തന്തയിലാഴിക പറയരുത് കേട്ടോ. നീയൊക്കെ എന്നെ വെട്ടിച്ച് ഓരോ സ്മാള് ചാമ്പുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ആര് എപ്പോ എടുത്ത് അലക്ക് ഞാൻ. എടാ നിനക്ക് 2 വയസ്സുള്ളപ്പോ മക്കളെ ഇവര് 2 വയസ്സുള്ളപ്പോ സ്മാള് വേണോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കഴിവുറവനെ ഇവൻ. അല്ല എന്ന് പറഞ്ഞാ ഞാനത് കൊച്ചല്ലായിരുന്നു അപ്പച്ച. തന്തയില്ല തറക്കണ്ട സൻസായിരുന്ന അപ്പച്ച അവൻ നമ്മളെ ചതിച്ചപ്പച്ച. എന്നടാ മക്കളെ ആ ഗൗണ്ടർ നമുക്കിട്ട് പാര വെച്ച് നമ്മള് നാഗപട്ടണത്തിന് അയച്ച ചരക്കെല്ലാം ആ ചെട്ടിയാര് തിരിച്ചയച്ച്. എന്നതാ കാര്യം? ആ അയച്ച ചരക്കിനൊന്നും ക്വാളിറ്റി ഇല്ലെന്ന്, എല്ലാം ചീഞ്ഞതും വാടിയതുമാണ് എന്ന് പറഞ്ഞാ തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞ് അങ്ങോട്ടല്ലേ അയച്ചത്. അതെ. പിന്നെ എന്നാ കുഴപ്പം പറയാനാ? തന്നെയുമല്ല, ചെട്ടിയാർക്ക് നമ്മൾ ആദ്യമായിട്ടല്ലോ ചരക്ക് അയക്കുന്നത്. ഇതാ ഗൗണ്ടറുടെ പണിയാ. ചെട്ടിയാരെ ഗൗണ്ടർ ശരിക്കും പിടിച്ചു കാണും. അവൻ സ്വന്തം. എടാ നിനക്ക് ചെട്ടിയാരെ വിളിച്ചൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ? അതിന് അയാളെ ഫോണിൽ വിളിച്ചിട്ടൊന്ന് കിട്ടണ്ടേ? അല്ല ചായോ, നമുക്ക് നാളെ തന്നെ പോയി ആ ചെട്ടിയാർക്ക് രണ്ടു കൊടുത്താലോ? അത് ശരിയാ. അയ്യോ അവൻ തുടങ്ങി വെച്ച് കീറും ഞാൻ. അവൻ കാര്യം അറിയും മുമ്പ് കൊടുക്കാൻ തുടങ്ങി. എടാ അവൻ നമ്മുടെ ഒന്നാം തരം ഒരു കസ്റ്റമറാ. മക്കളെ നിങ്ങൾ ആരെങ്കിലും നാളെ നാഗപട്ടണം വരെ പോയി ഒന്ന് തിരക്കിയിട്ട് വാ. പോകുവാ. എന്നാത്തിനാച്ചാ ഇങ്ങോട്ട് കയറി? നമുക്ക് ആ രാജലിംഗ മുതലാളി കണ്ടു പോവാം. ഈ തോട്ടം മൊത്തം ആയതാണോ? ഓ നല്ല പരന്ന് കിടക്കാണല്ലോ ചായ. வணக்கம் ஐயா. வணக்கம். முதலாளி இல்லையா? இல்ல, முதலாளி சாயங்காலம் தான் வரும். ஓ அப்படியா? முதலாளி ஒரு வார்த்தை சொல்லுங்க. முந்திரி லேலத்தை குறித்து பேசுறதுக்கு பொள்ளாச்சியிருந்து தொம்பிச்சும் பசங்க வந்திருந்தது. சரிங்க. എന്നാ വൈകിട്ട് വരെ പോ. ഞങ്ങൾ വരട്ടെ. അപ്പോ നിങ്ങൾ മലയാളികളാണോ? അതെ. ഞാനും മലയാളിയാണ് സാർ. സ്വന്തം നാട് പാലക്കാടാണ്. 15 വർഷമായി ഇവിടെ വന്നിട്ട്. ശരി, മുതലാളി വരുമ്പോൾ പറയാൻ മറക്കണ്ട. ശരി സാർ. പോവാം. പോവാം. എന്നാ പറ്റി? ഭയങ്കര വയറുവേദന. കാലത്തെ മുട്ട കഴിച്ചപ്പോ തുടങ്ങിയതാ. ചീമുട്ടായിരുന്നു ഒരു സംശയം. വയറുവേദനയ്ക്ക് ഒരു ഒറ്റമൂല്യമുണ്ട്. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. മോളെ വയറ്റുവലികൾ മരുന്ന് പറിച്ചിട്ട് വാ. ഇച്ചായം വിട്ടോ. ഞാൻ മരുന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ വന്നാൽ അതിന്റെ പൈസ കണ്ടല്ലോ. ലാവശ്യം ഒരു വീട്ടിലേക്ക് പോകാം സാർ. ഒന്ന് പിടിച്ചു. അയ്യോ, പല വയറ്റുവേദനയും വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വയറ്റുവേദന ആദ്യമായിട്ടാ. ഇരിക്കും സാർ. ഇരിക്കാം. മോളെ ആ പച്ചമരുന്ന് എടുത്തിട്ട് വാ. ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ മതി. വയറുവേദന വേഗം മാറും. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഇനി മരുന്ന് വേണമെന്നില്ല. എന്നാലും ഇത് കുറച്ചെങ്കിലും കഴിക്കുന്നത് നല്ലതാ. വേണ്ട, ഇതിന്റെ മണം അങ്ങോട്ട് അടിച്ചപ്പോഴേ വയറ്റുവേദന എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. ഇനി വയറുവേദന വന്നാ കഴിക്കാം. എന്നതാ അമ്മാവന്റെ പേര്? വേലായുധൻ. നല്ല പേര്. അമ്മാവൻ തനിച്ചുള്ളോ? അല്ല, മോളും കൂടെ ഉണ്ട്. ശരി. മുതലാളി വിശ്രമിക്കും. ഞാൻ തോട്ടം വരെ ഒന്ന് പോയിട്ട് വരാം. മരുന്ന് ഇവിടെ വയ്ക്കുന്നു. ആയിക്കോട്ടെ. വയറുവേദന വന്നാ കഴിച്ചോണം. മോളെ ഞാൻ തോട്ടത്തിലേക്ക് പോവാ. അയ്യോ കർത്താവേ, പിന്നെയും തുടങ്ങി. ഇതെന്നെ കൊണ്ടേ പോളുന്നാ തോന്നുന്ന. എനിക്കിപ്പോ വയറ്റുവലി മാറിയച്ചാ? വയറ്റുവലി മാറല്ലേ, ഇപ്പൊ നെഞ്ചരിച്ചിൽ വന്നാച്ച്. കൊഞ്ചം തണ്ടി വേണം. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ കൊണ്ടുവരാം. കർത്താവേ രക്ഷിക്കണേ. അയ്യോ വെള്ളം. തല ചുറ്റുന്നേ. അയ്യോ വീശ് വീശ് വീശ്. വൃത്തിയായിട്ട് വീശ്. കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തറ വീണ് തല പൊട്ടിയാനെ. അയ്യോ ഭാഗ്യമായി പോയി. ദൈവമായിട്ട് കൊണ്ടുവന്നാണ്. അയ്യോ വീശ് വീശ്. നന്നായിരിക്കുന്നു. അയ്യടാ. അങ്ങനെ. അയ്യോ ആശ്വാസായി. അയ്യോ കർത്താവേ. അച്ഛനായിരുന്നു. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. എന്റെയും തെറ്റിയില്ല.
കേറാൻ വേണ്ടിയില്ലേ? ആ കേറാൻ പോവല്ലേ? ആ പോ. അലവലാതി. ആ പെണ്ണിനെ കണ്ടിട്ടായിരുന്നല്ലേ എന്റെ വയറുവേദന. എന്റെ അച്ചായോ കർത്താവാണ് സത്യത്തിലേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇത് വയറുവേദനയല്ല, നിന്റെ മറ്റേ ശ്രീകൃഷ്ണനെ പോലെ ആ പെണ്ണിന്റെ മടിയിലുള്ള കിടപ്പ് ഉണ്ടായിരുന്നു. നാണോണോ അതിനൊക്കെ? ഓ അപ്പൊ ഇത് കാണാനായിരുന്നോ നാഗപട്ടണത്ത് പോയാൽ തിരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആ ഇനി ഇത് ഞാൻ നേരെ അപ്പച്ചനോട് വിളമ്പിയാ എന്നെയും ദേ അപ്പച്ചൻ ഹൈ പ്രഷറുള്ള പാർട്ടിയാണെന്ന് ഓർത്തോ എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് മാമയാണോ? ഓ ഇനിയിപ്പോ അതൊക്കെ ആവാൻ പോകുന്ന മോശമല്ലേ? ദേ സാറ് വലിയ ഡീസന്റ് ഒന്നാവണ്ട. പുല്ലുവിളെ പൗലോസിന്റെ മോൾ അന്നക്കുട്ടിയായിട്ടുള്ള കേസ് കേട്ടൊക്കെ എനിക്കും അറിയാം. അന്നക്കുട്ടിയുടെ കേസ് ആ അതെന്നെ കേട്ടെ. ഓ ഈ പ്രേമവും കത്ത് കൊടുക്കലും റബ്ബർ തോട്ടത്തിൽ വെച്ചുള്ള സന്ധിപ്പും ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതണ്ട. അതാണ് കാര്യം. ഞങ്ങള് തമ്മില് സിൻസിയർ ആയിട്ടുള്ള ഡീപ്പ് ലവ് ആയിരുന്നു. ദൈവികമായ പ്രേമം. ദൈവിക പ്രേമം? എന്താ ദൈവം പ്രേമിച്ചടക്കായിരുന്നു? എടാ ഉവേ, ഈ ദിവ്യമായ പ്രേമം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് എന്നാവോ പറയാം. താരത്തുമ്പോണ്ടല്ലോ ഉടനടങ്ങല്ലോ നിനക്ക് പ്രേമം. ദൈവിക പ്രേമായതുകൊണ്ട് അന്നക്കുട്ടി അവളുടെ പാട് നോക്കി കന്യാസ്ത്രീയായങ്ങ് പോയത്. ദൈവഗീത അങ്ങനെ ആയിരിക്കും. இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளியே போக கூடாது. ஏன் தெரியுமா? ரம்ஜான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது. நம்மளை நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேர்ந்தாகணும். இல்லன்னா நம்ம கஸ்டமர்ஸ் எல்லாம் ஆந்திரா போயிடுவாங்க, நம்ம எங்கேயாவது போக வேண்டியதுதான். நீங்க கவலைப்படாதீங்கப்பா. இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட உள்ள நுழைய முடியாது. அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன். சாபாஷ். சின்ன கவுண்டன்னா சின்ன கவுண்டன் தான். ஏன் புள்ளையாச்சே. என்னடா யாருமே வரமாட்டானுங்கன்னு சொன்ன, தொம்முச்சுன்னு அவன் பிள்ளைங்களும் வரானுங்களே. சும்மா பார்க்க வந்திருப்பானுங்க. പെട്ടരുത് പെട്ടരുതെന്ന് ഇവരെ അറിഞ്ഞു. இது ஓங்காலையா? அவங்க பல்லு காமிக்கடா, நல்லா காமிக்கடா. எனக்கு என்னமோ சந்தேகமா இருக்கு. தொம்முச்சுன்னு அவன் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கிறானுங்க. இப்போ ஏலத்தை ஆரம்பிக்க போற முதல்ல மாட்டுப்பட்டியில இருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி துரசாமியோட 500 மாடுகளை ஏலம் விட போறேன். 50,000 ரூபாய். 75,000 ரூபாய். 75,000 ரூபாய். 1 லட்சம். 1 லட்சம். 1 லட்சம் ரூபாய். 1 லட்சம் ரூபாய். 1,25,000 ரூபாய். 1,25,000 ரூபாய். 1,50,000 ரூபாய். 1,50,000 ரூபாய். 1,75,000 ரூபாய். 1,75,000 ரூபாய். இது நீ விழி. 2 லட்சம். 2 லட்சம். 2. ஏண்டா பரதேசி பசங்களா, இங்க வந்து என்கிட்ட போட்டி போடுறீங்களா? കൗണ്ടറേ, ഞാൻ പരദേശിയാ, സമ്മതിച്ചു. നീയും പരദേശിയാണേ. നിന്റെ ഊര് പൊള്ളാച്ചിയല്ലോ, ആണോ? അല്ല. എടോ നീയും വെളിനാട്ടുകാരൻ താനേ. അന്ത ഉനക്ക് എന്നെ പരദേശിന് കൂപ്പിട என்ன அவகாசம் சொல்லு. வேணும்னா ஒரு மைக்கு தரேன், அதை வச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு, நான் இந்த ஊர் ஆள் இல்ல, வெளியூர் ஆளுது. டேய், நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தான் இந்த லெவலுக்கு வந்தேன். என்ன வெறுப்பேத்தின மறுபடியும் நான் ரவுடி ആയിடுவேன். ജാഗ്രത. എടോ കൗണ്ടറേ, ഞാൻ നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കാൻ വേണ്ടി ഈ ചന്ത വന്ന് സകല അരികിടയും പഠിച്ചിട്ടാ നിൽക്കുന്നേ. ഓ തോന്നി ஞாபகம் வச்சுக்கோ. டேய், நீ ஏலத்தில் எடுத்த ஒரு மாடாவது இன்னைக்கு சந்தையை விட்டு வெளியே போச்சுனா நான் என் மீசி எடுத்துக்கிறேன்டா. അയ്യേ അത് വേണ്ടല്ലേ. ഈസി എടുത്താ മോന്ത കാണാൻ പരമ ബോറായിരിക്കും. ലുക്ക് മാറും. போயா എന്നാ പെരിയ ഉറപ്പീരി മീശേ. வெங்காயம் பொள்ளங்காய் எல்லாம் இருக்கு, இங்க வாங்களேம்மா. கத்திரிக்காய் இங்க பாருங்க, லட்டு லட்டு மாதிரி இருக்கு. இங்க வாங்க, இங்க வாங்க அக்கா. இங்க பாருங்க கத்திரிக்காய் பாருங்க எப்படி இருக்கு. இங்க வாங்க, இங்க வாங்க அக்கா. இந்தாங்க அக்கா. நான் இஞ்சி பாருங்க எப்படி இருக்கு. நல்லா வச்சிக்கலாம் போல. இங்க வாங்கடா, இங்க வாங்கம்மா. வாங்க, நான் எட்டனா கூறு. அம்மா வாங்க, இங்க வாங்க அக்கா.
കൊച്ചാപ്പി ഓ ഇതാര അൽഫോൻസ് ആന്റിയോ ഇത് എവിടെ നിന്ന് വരുന്നു? കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ. നോട്ട് അച്ഛ. ഏ, യാ അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരിക്കുന്നല്ലോ. യാ എവിടെയാടാ മൈ ബ്രദർ? ഏ, ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. ആ ദാണ്ട ഇരിക്കുന്നു. ഗോ വാ ഗോവ, നമുക്ക് പോവാം. അപ്പച്ച എണ്ണം തെറ്റി ചെയ്തല്ലേ? വെക്കടാ, വെക്കടാ അവിടെ, വെക്കടാ അവിടെ, വെക്കടാ അവിടെ. ഇറങ്ങടാ, ഇറങ്ങടാ. മൈ ബ്രദർ. ചേച്ചി, ആ, മക്കളെ നിങ്ങളുടെ അൽഫോൻസ് ആന്റി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സൺസ് ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയാൻ എടാ തങ്കച്ച, എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? അയ്യോ തങ്കച്ചനല്ല ആന്റി, റോഹിച്ചൻ. റോഹിച്ചൻ. എടാ ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ഉമ്മച്ചനല്ല ആന്റി, സണ്ണിച്ചനാ. ഓ സന്നിച്ചനാ, എന്തൊരു മറവി. ആന്റിക്കൊരു മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. ഓ ആന്റി, ഞാൻ പാപ്പച്ചനല്ല, കറിയാച്ചൻ. അറിയ, ടോട്ടൽ കൺഫ്യൂഷൻ. ഓ എന്തൊരു ടേസ്റ്റി, വല്ലാത്ത ദാഹം. ആ എടാ കൊച്ചാപ്പേ, പോയി സർബത്ത് വിളിച്ചിട്ട് വേണം. അയ്യോ എനിക്ക് സർവത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാതെ ജ്യൂസ് എന്തെങ്കിലും അവിടെ പോയി പോടാ. ആന്റി ഡാനി വന്നില്ലേ? അവൻ അവിടെ ഉലകം ചുറ്റും വാലിബനായിട്ടേ അടിപിടി കൂടി നടക്കുക. അല്ലേ ചേച്ചി, അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി. ആര് ചോദിക്കാൻ? അവനവിടുത്തെ ഗോവനാഥയല്ലേ. ഓ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വിരലിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാക്കി. തണുത്ത വെള്ളത്തിൽ എപ്പോമേ വിരല് മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനിയും വെടുപ്പില്ലാത്തൊരു എന്തു. നോ നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ച ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങണാവേ. ആ കിടക്കാം. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ 4 പേരും ഒരു റൂമിലാണോ കിടക്കണത്? ഇനി അൺസൈക്കബിൾ. 2 ആൾ കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആന്റി വേണേ വന്ന് കിടന്നു. നോ നോ നോ, വൈ 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 വൈ. എനിക്ക് AC ഇല്ലാതെ കിടന്നാ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോടാ സണ്ണിച്ച. യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ AC ഉണ്ടോ? ഇല്ല. കറിയാച്ചന് മോളി കുട്ടിയും കിടക്കുന്ന മുറി AC ആണോ? അതെ. ആ, അല്ല AC പോലെ തണുപ്പുള്ള നോൺ AC റൂം. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തോ. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്യല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. അച്ചായോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ പാട്. ആന്റി ഇന്ന് അവന്മാരെ കൊന്നു കൊല വിളിക്കും. മോളിക്കുട്ടി, ഒറിബിൽ ഹീറ്റ്. ഗോവയിലെ AC കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാനിവിടെ കിടന്നോ. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിളാ. ഇളവയ്ക്ക് ഇനിയിപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ആ പിള്ളേരെ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്? നീ പോയി അവർക്ക് കൂട്ടുകിടക്കും. ഞാനും മോളി കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നു മോളെ. அப்பா நான் காலேஜ் போயிட்டு வரேன். என்னம்மா இவ்வளவு லேட்டா புறப்படுற? இந்நேரம் காலேஜ் ஆரம்பிச்சிருக்குமே. நான் எவ்வளவு லேட்டா போனாலும் என்ன பிரின்சிபல் ஒண்ணுமே சொல்ல மாட்டாரு. ஏய், உங்க அப்பா பந்தால அங்க காட்டுறியா? அதெல்லாம் வேண்டாம். நீ காலேஜுக்கு நேரத்துக்கு போலனா எங்களுக்கு எல்லாம் கெட்ட பேரு. சும்மா இரு, நமக்கு இருக்கிறதே ஒரே குழந்தை. நீ கவலைப்படாத கண்ணு. உன் இஷ்டத்துக்கு போ, உன் இஷ்டத்துக்கு வா. தங்கமான அப்பா. போவா. என் குழந்தைய பாரு, அண்ணன் மாதிரி போகுது.
അച്ഛൻ ഇറങ്ങണ്ട, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാം. അച്ചായോ വണ്ടിയുടെ മോന്ത മാറി. Oh my God. പെയിന്റ് പോയിடுச்சே. What is this? உனக்கு கண்ணு தெரியாது? ആ അത് തന്നെ ഞാനും കേൾക്കുന്നത്. ഉനക്ക് കണ്ണു കണ്ടൂടെ? என்ன விளையாடுறியா? ஓவர் ஸ்பீட்ல வண்டி ஓட்டிட்டு வந்து ஏன் கால்ல மோதிட்டு என்னைய கிண்டல் பண்றியா? லெஃப்ட் சைடுல வர வேண்டிய நீ என்னத்தன ரைட் சைடுல வந்த அது சொல்லு. நியாயம் கேக்குறதுக்கு நீ யாரு? வெஹிக்கிள் இன்ஸ்பெக்டரா? എടി പെണ്ണേ എന്നോട് ചില സൂക്ഷിച്ച് സംസാരിക്കണം. ஓஹோ மலையாளத்தானா? அதான் உனக்கு இவ்வளவு திமிரு. எனக்கு மரியாதை கத்து கொடுக்க நீ யாரு? അച്ചായോ ഓ ഇവളെന്റെ തനി സ്വഭാവം കണ്ടേ പോ വിട്ടേക്കടാ തന്നിച്ച. நான் யார் பொண்ணுன்னு தெரிஞ்சா நீ இந்த மாதிரி பேச மாட்டேன். നീ ഏത് ദേവേന്ദ്രന്റെ മോളായി എനിക്കെന്നെ അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക. മറ്റ് പെണ്ണുങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും അഡീഷണൽ ഐറ്റംസ് നിനക്കുണ്ടോ? என்னடா சொல்ல ராஸ்கல்? வலிக்குது. വലിക്കുതാ നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഈ വിരൽ ഇങ്ങനെ കളിച്ചാ நான் சும்மா விட மாட்டேன். உன்னை என்ன பண்ற பாரு. எங்க அப்பா முருகராஜ கவுண்டர் பத்தி உனக்கு தெரியாது. അച്ചായോ മുരുകരാജ കൗണ്ടർ അവൾ അപ്പച്ചൻ. ഓഹോ എന്നാലേ ആ നാറിയോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ നിന്റെ കൈ കയറി പിടിച്ചെന്നു. എടാ തന്നിച്ചു മതിയടാ വന്ന് വണ്ടി കയറ്. ആ എന്നാ വിട്ടേക്കാം കേട്ടോ. തറക്കണ്ടത്തിലൊരു തറ അപ്പച്ചനെ പറ്റിയാന്ന്.